മാതൃഭാഷയ്ക്ക് മനുഷ്യ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അത് സ്വായത്തമാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അന്യഭാഷാപ്രിയരായ ആധുനിക മനുഷ്യരുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന വള്ളത്തോൾ നാരായണമേനോൻ്റെ കവിതയാണ് എൻ്റെ ഭാഷ. മാതൃഭാഷയുടെ സവിശേഷതകളെക്കുറിച്ചും അതിൻ്റെ ശേഷിയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും എടുത്തു പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്ന കവിയെ നമുക്കിവിടെ കാണാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. കുട്ടികളിൽ മാതൃഭാഷാബോധം ജനിപ്പിക്കുന്നതിൽ മാതൃത്വത്തിനുള്ള സ്വാധീനം വളരെ നിർണായകമാണ്. പെറ്റമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ് മാതൃഭാഷയും മനുഷ്യനും തമ്മിലുള്ളത്. മറ്റുള്ള ഭാഷകൾ വളർത്തമ്മയും കുഞ്ഞും തമ്മിലുള്ള ബാഹ്യമായ ബന്ധം പോലെയാണ്. അമ്മയുടെ മുലപ്പാലിലൂടെയാണ് കുഞ്ഞ് പരിപൂർണ വളർച്ചയിലേക്ക് എത്തിച്ചേരുന്നത്. ഇതുപോലെ മാതൃഭാഷാ പാണ്ഡിത്യം ഒരു കുഞ്ഞിനെ പരിപൂർണ മനുഷ്യനാക്കി വളർത്തുമെന്ന് ഈ കവിതയിലൂടെ വള്ളത്തോൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അമൃതാണെങ്കിൽ പോലും അമ്മ പകർന്നു തരുമ്പോൾ ലഭിക്കുന്ന ആനന്ദം അത് മറ്റൊരാൾ പകർന്നു തരുന്നതിലൂടെ ഒരിക്കലും ലഭിക്കുകയില്ല. അമ്മയും കുഞ്ഞും തമ്മിലുള്ള രക്തബന്ധത്തെയും ഹൃദയബന്ധത്തെയും സ്വഭാഷാ സ്നേഹത്തിൽ അധിഷ്ഠിതമായ വരികളിലൂടെ മഹാകവി ഇവിടെ രേഖപ്പെടുത്തുന്നു. മിണ്ടാൻ തുടങ്ങുന്ന പിഞ്ചു കുഞ്ഞ് അമ്മിഞ്ഞ പാലോടൊപ്പം നുകരുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ്. മിണ്ടാൻ തുടങ്ങുന്ന പിഞ്ചു കുഞ്ഞ് അമ്മിഞ്ഞ പാലിനോടൊപ്പം നുകരുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ്. മനുഷ്യൻ്റെ പെറ്റമ്മ തൻ്റെ മാതൃഭാഷയാണ്. മറ്റുള്ള ഭാഷകളെല്ലാം പോറ്റമ്മമാരാണ്. മനുഷ്യൻ്റെ പെറ്റമ്മ തൻ്റെ മാതൃഭാഷയാണ്. മറ്റുള്ള ഭാഷകളെല്ലാം മനുഷ്യൻ്റെ പോറ്റമ്മമാരാണ്. മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചു വളർന്നെങ്കിലേ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ. അമൃതായാലും അമ്മ പകർന്നു വരുമ്പോഴേ നമുക്കത് അമൃതായി തോന്നുകയുള്ളൂ. വേദമാവട്ടെ, ശാസ്ത്രമാവട്ടെ, കാവ്യമാവട്ടെ, അത് ഹൃദയത്തിൽ തറയ്ക്കണമെങ്കിൽ സ്വന്തം ഭാഷയിൽ തന്നെ കേൾക്കണം. മാതൃഭാഷയുടെ ഓരോ ശബ്ദവും മനസ്സിൽ തേനെന്ന പോലെയാണ് സ്വീകരിക്കപ്പെടുന്നത്. അത് ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്നു. മറ്റുള്ളവയാകട്ടെ പുറമേക്ക് മിന്നി നിൽക്കുന്ന തൂമുത്തുകളാണ്.